ഹായ്, എല്ലാവർക്കും വിദ്യാസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വളരെ ടേസ്റ്റായിട്ടും ഹെൽത്തി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന, വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരം അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ വളരെ ഹെൽത്തി ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അരിപ്പൊടി വെച്ചിട്ടാണ് നമ്മളത് തയ്യാറാക്കാൻ പോണത്. പഞ്ചസാരയോ എണ്ണയോ ഒന്നും ഇതിലേക്ക് നമുക്ക് വേണ്ട. ആവിയിൽ വേവിച്ച നല്ലൊരു പലഹാരമാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്കൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുക നോക്കാം. അപ്പോൾ ആദ്യം ഇതിലേക്ക് വേണ്ട ഒരു ശർക്കര പാനി തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു സോസ് പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് ശർക്കര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് പച്ചവെള്ളവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ശർക്കര നന്നായിട്ടൊന്ന് അലീന വരെ ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ ഈ ഒരു അളവ് 1/4 കപ്പ് ശർക്കര എന്ന് പറയുന്നത് ലൈറ്റായിട്ട് മധുരം ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു ഇത് പാകമായിരിക്കും. ഇതൊരു മീഡിയം മധുരമുള്ള ശർക്കരയുടെ പൊടിയാണ് കേട്ടോ. അധികം ഇങ്ങോട്ട് കുത്തനുള്ള മധുരമില്ല, തീരെ കുറവല്ല, ആ ഒരു ലെവലിലുള്ളതാണ്. അപ്പോൾ ഒരു 1/4 കപ്പ് ശർക്കര വന്നാൽ കറക്റ്റ് പാകമായിരിക്കും. ഇനി മധുരം ജാസ്തി ഇഷ്ടമുള്ളവർക്ക് 1/4 കപ്പ് വരെ ചേർത്ത് കൊടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ശർക്കര ഇപ്പോൾ ഇവിടെ നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട്. ഇതിനി ഒന്ന് അരിച്ച ശേഷം അതിൻ്റെ പൊടികളൊക്കെ കളഞ്ഞ ശേഷം നല്ലപോലെ ആറാനായിട്ടൊന്ന് മാറ്റി വയ്ക്കണം. അതിനുശേഷം മറ്റൊരു പാൻ എടുക്കുക. അതിലേക്ക് 1 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. നമ്മൾ ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ എടുക്കുന്ന നൈസായിട്ടുള്ള അരിപ്പൊടിയാണ് എടുക്കേണ്ടത്. അത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു 1/4 കപ്പോളം ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കുക. ചിരകിയ തേങ്ങയാണെങ്കിലും ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്നും കൂടെ ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് 2 ഏലക്കയും കൂടി ഇട്ടിട്ടാണ് കേട്ടോ ഞാനത് ക്രഷ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ശർക്കരയുടെ പാനിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ആറിയ ശേഷമാണ് കേട്ടോ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കൊരു 1/4 കപ്പോളം വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്കുള്ള വെള്ളത്തിൻ്റെ അളവ് ശർക്കരപ്പാനിയും ഈ വെള്ളം കൂടി ചേർത്തിട്ട് 1/4 കപ്പാണ് കേട്ടോ. ഇനി ഇത് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ചുക്കിൻ്റെ അതുപോലെ ചെറിയ ജീരകത്തിൻ്റെ ഒക്കെ പൊടിയുടെ ഫ്ലേവറൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ വീതം ചുക്ക് പൊടിയും ഈ ചെറിയ ജീരകത്തിൻ്റെ പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ അപ്പോൾ അതൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. തേങ്ങ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യുന്ന സമയത്ത് 2 ഏലക്ക മാത്രം ഇട്ടിട്ടൊന്ന് ചതച്ചെടുത്തിട്ട് മാത്രമേ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി ഇത് നമുക്ക് അടുപ്പിൽ വയ്ക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യില്ലാത്തവർ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താലും മതി. ഇനി രണ്ടും ഇല്ലെങ്കിൽ ചേർത്ത് കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ അത് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറും അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ വരട്ടിയെടുക്കണം. നല്ല ഈ പാനിൽ നിന്ന് ഈ ഒരു മാവ് വിട്ട് വരുന്ന രീതി ആവുന്നവരെ നന്നായിട്ട് ഇതുപോലെ ആക്കിയെടുക്കണം. ഇപ്പോൾ പാനിൽ നിന്നൊക്കെ നല്ല വിട്ട് വരുന്ന പരുവത്തിലായിട്ട് ഒട്ടും ഒട്ടിപ്പിടിക്കാണ്ട് തന്നെ നന്നായിട്ട് വിട്ട് വരുന്ന പാകത്തിലായിട്ടുണ്ട്. ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ചെയ്യാൻ പാടും. അല്ലാന്നുണ്ടെങ്കിൽ മാവ് കറക്റ്റായിട്ട് വേവില്ല. വെള്ളമൊക്കെ പെട്ടെന്ന് വറ്റിയിട്ട് നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു ഇതിൽ കിട്ടില്ല കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കണം, ഫ്ലെയിം കുറച്ച് വെക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിലായി കഴിയുമ്പോൾ നമ്മൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത ശേഷം ഇതൊന്ന് ചൂടാറാനായിട്ട് നമ്മൾ ഒന്ന് അടച്ച് വെക്കണം. അടുപ്പത്തുനിന്ന് മാറ്റിയ ശേഷം നമ്മളൊന്ന് മൂടി വെച്ചാൽ മതി. ഒന്ന് ആറുന്ന വരെ ഒന്ന് മൂടി വെച്ചിരിക്കുക. നമുക്ക് കൈകൊണ്ട് ഉരുട്ടാന്നുള്ളൊരു പാകത്തിനുള്ള ചൂടാവുന്ന സമയത്ത് നമുക്കിത് ഓരോ പോർഷനായിട്ട് എടുത്തിട്ട് നമുക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് വെച്ചാൽ ആ ഒരു ഷേപ്പിൽ നമുക്കിത് എടുക്കാം. ഞാനിപ്പോൾ ഉരുട്ടിയാണ് എടുക്കുന്നത്. അപ്പോൾ ആ ഒരു ഷേപ്പിൽ നമ്മൾ എടുത്ത ശേഷം കുറച്ച് തേങ്ങയിലേക്ക് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ചെയ്തെടുക്കുക കേട്ടോ. അല്ലെങ്കിൽ തേങ്ങ മുകളിലൊന്ന് വെതറി കൊടുത്താലും മതി. അപ്പോൾ ഞാനിതുപോലെ തേങ്ങ ചിരകിയിലേക്ക് ഒന്നിങ്ങനെ ഉരുട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് പുറത്തും കൂടി ഇങ്ങനെ തേങ്ങയുടെ ഒരു ഇത് വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. തേങ്ങ ഇഷ്ടമുള്ളവർക്കൊക്കെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പുറത്തും അകത്തും ഒക്കെ ഇങ്ങനെ ആ തേങ്ങയുടെ ഒരു ടേസ്റ്റ് വരുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ഉരുട്ടിയെടുക്കുക. നിങ്ങൾക്ക് ഏത് തരത്തിലാണോ ഉരുട്ടേണ്ടത് വെച്ചാൽ ആ ഒരു രീതിയിൽ ചെയ്ത് ഇങ്ങനെ റോൾ ചെയ്തെടുത്താൽ മതി. എന്നിട്ട് നമുക്കിത് ഇഡ്ഡലി പാത്രത്തിൽ ആവി കയറ്റിയെടുക്കണം. ഇപ്പോൾ ഇങ്ങനെ ഇലയിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ഈ ഉണ്ടകളൊക്കെ വെച്ചിട്ട് നമ്മൾ ആവി കയറ്റിയെടുക്കുമ്പോൾ ആ ഇലയുടെ ഒരു ഫ്ലേവറും കൂടി വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ അതിനെ അടച്ച് വെച്ചിട്ട് ആവി വന്നു കഴിഞ്ഞാൽ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇതൊക്കെ നന്നായിട്ട് ഒരു കൊഴുക്കട്ട നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. സാധാരണ എല്ലാവരും അകത്ത് തേങ്ങയും ശർക്കരയായിട്ടുള്ള ഫില്ലിങ്സൊക്കെ ഇങ്ങനെ വെച്ചിട്ടാണ് കൊഴുക്കട്ട സാധാരണ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവർ തീർച്ചയായിട്ടും ഈ ഒരു തരത്തിൽ ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇതാകുമ്പോൾ അതിനേക്കാട്ടിലും നന്നായിട്ട് പണി എളുപ്പമാണ്, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ്. കണ്ടോ, നല്ല സോഫ്റ്റാണ് കേട്ടോ. നല്ല പഞ്ഞിമാതിരി സോഫ്റ്റായിട്ടുള്ള കൊഴുക്കട്ടയാണ്. അകത്തും പുറത്തും ഒക്കെ നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല കൊഴുക്കട്ടയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസായിട്ട് പറയൂ.
ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവർക്കൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഒരുപാട് നല്ല നല്ല റെസിപ്പീസ് നമ്മുടെ ചാനലിലുണ്ട്. എല്ലാവരും ഒന്ന് കണ്ടു നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം. അപ്പോൾ വീണ്ടും നമുക്ക് നല്ല നല്ല റെസിപ്പീസായിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ. ബൈ.